ദൃശ്യവിസ്മയമൊരുക്കി ശ്രീനി വണ്ണാടിൻ്റെ ചിത്രപ്രദർശനം. പയ്യന്നൂരിന്റെ വെങ്കലപ്പെരുമയും തഞ്ചാവൂരിന്റെ ശില്പചാതുരിയും ഇവിടെ സമന്വയിക്കുന്നു. വെങ്കല പാരമ്പര്യത്തിന്റെ 98 വർഷങ്ങൾ. പൊതുവാൾ ബ്രാസ്, സെൻട്രൽ ബസാർ, പയ്യന്നൂർ. യാഥാർത്ഥ്യവും ഭാവനയും വർണ്ണങ്ങളിൽ കൂട്ടിക്കുഴച്ച് 21ഓളം ക്യാൻവാസുകളിൽ ചാലിച്ചുവെച്ച ദൃശ്യവിസ്മയവുമായി പയ്യന്നൂർ അന്നൂർ സ്വദേശി ശ്രീനി വണ്ണാളിൻ്റെ ചിത്രപ്രദർശനത്തിന് പയ്യന്നൂർ ഗാന്ധി പാർക്കിൽ ലളിതകലാ അക്കാദമി ആർട്ട് ഗാലറിയിൽ തുടക്കമായി. ലൈഫ് ആൻഡ് ലിവിഡ് എന്ന പേരിൽ നടത്തുന്ന പ്രദർശനത്തിൽ ആഴങ്ങളിൽ മനസ്സിനെ സ്പർശിക്കുന്ന ഒരേ വിഷയവുമായി ബന്ധപ്പെട്ട 20ഓളം ചിത്രങ്ങളാണ് പ്രദർശിപ്പിച്ചിട്ടുള്ളതെന്ന് ശ്രീനി പറഞ്ഞു. നമ്മൾ ജീവിക്കാൻ ശ്രമിക്കാത്തതുകൊണ്ടും ജീവിക്കാത്ത ജീവിതങ്ങളെക്കുറിച്ച് പറയുന്നൊരു സീരീസാണ് 20 ചിത്രങ്ങളുടെ. അതിൻ്റെ കൂട്ടത്തിൽ ഞാനിപ്പോൾ ഇതിൽ വയനാടിന് വേണ്ടിയിട്ട് ഒരു ചിത്രം, അഡീഷണൽ ഒരു ചിത്രം കൂടെ പ്രദർശിപ്പിക്കുന്നുണ്ട്. ആ ചിത്രം ഇപ്പോൾ ഓൾറെഡി 4-5 ആൾക്കാർ അത് പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ കൂടുതൽ ആരാണോ എങ്ങനെയാണെന്ന് നോക്കിയിട്ട് ആ കോൺട്രിബ്യൂഷൻ അത് വയനാടിൻ്റെ റിലീഫിന് അല്ലെങ്കിൽ CMDRFന് വേണ്ടിയിട്ട് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ഒരു അഡീഷണൽ ചിത്രം കൂടിയുണ്ട്. അങ്ങനെ മൊത്തം 21 ചിത്രങ്ങളുടെ ഒരു പ്രദർശനമാണ്. അക്രിലിക്, ഓയിൽ പെയിൻറ്റ് വെച്ച് ചെയ്തതാണ്. അതിലൊരു ചിത്രം എന്ന് പറഞ്ഞാൽ അത് എടുത്ത് പറയാൻ പറ്റുന്ന ഒരു ചിത്രമാണ്. പഴയ ജീൻസ് വെച്ചിട്ട് ചെയ്തതാണ്. ജീൻസിലാണ് ആ ചിത്രങ്ങൾ ചെയ്തിട്ടുള്ളത്. ജീൻസിൻ്റെ പോക്കറ്റും കാര്യങ്ങളിലും എല്ലാം അതുപോലെ അങ്ങനെ കട്ട് ചെയ്ത് വെച്ചിട്ട് ഒരു ക്യാൻവാസ് ഉണ്ടാക്കിയിട്ട് ആ ക്യാൻവാസിൽ ചെയ്ത ഒരു ചിത്രമാണ് അത്. ആ ചിത്രത്തിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു മെസ്സേജാണ്. ആക്ച്വലി ഫ്യൂച്ചർ ജനറേഷന് വേണ്ടിയിട്ട് നമ്മൾ എന്തെങ്കിലും ബാക്കി വെച്ചിരിക്കണം. അത് കംപ്ലീറ്റ് വിർജിൻ റിസോഴ്സസ് നമ്മൾ യൂസ് ചെയ്തിട്ട് നെക്സ്റ്റ് ജനറേഷന് വെറും കാർബൺ ഫുട് പ്രിൻറ്റ് മാത്രം ബാക്കി വെക്കുക എന്നുള്ളതെന്ന് അതൊരു മെസ്സേജാണ്. അതായത് അവർക്കും വേണ്ടിയിട്ട് എന്തെങ്കിലും കരുതി വെക്കണം നാളത്തേക്ക് വേണ്ടിയിട്ട്. അപ്പോൾ ഫ്യൂച്ചർ ജനറേഷന് വേണ്ടി ഞാൻ ആക്ച്വലി എൻ്റെ മീഡിയം ക്യാൻവാസ് ആയതുകൊണ്ട് ഞാൻ ഒരു ക്യാൻവാസ് സേവ് ചെയ്യുന്നത് എൻ്റെ ഒരു പഴയ ജീൻസിലൊരു പെയിൻറ്റ് ചെയ്തിട്ട്. അങ്ങനെ ഓരോന്നും ഓരോ ചിത്രങ്ങളും ഓരോ മെസ്സേജസ് ഉണ്ട്. ഞാൻ വായിച്ച പുസ്തകങ്ങളും വായിച്ച കഥകളും ജീവിതവുമായി കണക്ട് ചെയ്യാൻ പറ്റുന്ന എല്ലാ സാധനങ്ങളും കണക്ട് ചെയ്തിട്ടില്ല. അതായത് നമ്മൾ വളരെ വ്യത്യസ്തമായിട്ട് എങ്ങനെ ജീവിക്കാൻ പറ്റും, ജീവിതത്തിൽ നമുക്കൊരു മാർക്ക് ക്രിയേറ്റ് ചെയ്ത് എങ്ങനെ മുമ്പോട്ട് പോവാം. അതായത് നമ്മൾ മരണത്തിന് പകരം നമ്മളെ ജീവിതം ഒരു മാതൃകയാക്കിയിട്ട് ഒരു റീബർത്ത് പോലെ ഒരു കൺസെപ്റ്റിലേക്ക് എത്തിച്ചേരുക. അതാണ് ബേസിക്കലി ഞാൻ മൊത്തം ചിത്രങ്ങളും കൊണ്ട് സംസാരിക്കുന്നത്. പയ്യന്നൂർ അന്നൂർ സ്വദേശിയായ ശ്രീനി വണ്ണാടിൽ ബാംഗ്ലൂർ തുടങ്ങിയ സ്ഥലങ്ങളിൽ ഇതിനകം നിരവധി ചിത്രപ്രദർശനങ്ങൾ സംഘടിപ്പിച്ചിട്ടുണ്ടെങ്കിലും ജന്മനാട്ടിൽ ഇതാദ്യമായാണ് പ്രദർശനം സംഘടിപ്പിക്കുന്നത്. ചിത്രങ്ങളെക്കുറിച്ച് കേട്ടറിഞ്ഞ നിരവധി കലാസ്നേഹികളാണ് ഇതിനകം തന്നെ പ്രദർശനം കാണാൻ എത്തിച്ചേർന്നിട്ടുള്ളത്. പ്രദർശനം ആഗസ്റ്റ് 14 സമാപിക്കും. ന്യൂസ് ബ്യൂറോ, പയ്യന്നൂർ. പയ്യന്നൂരിന്റെ വെങ്കലപ്പെരുമയും തഞ്ചാവൂരിന്റെ ശില്പചാതുരിയും ഇവിടെ സമന്വയിക്കുന്നു. പൊതുവാൾ ബ്രാസ്, പയ്യന്നൂർ. വിവിധ വലിപ്പത്തിലുള്ള ഇഷ്ടദേവതാ വിഗ്രഹങ്ങൾ, വിളക്കുകൾ, പൂജാപാത്രങ്ങൾ, പ്രസന്റേഷൻ വസ്തുക്കൾ തുടങ്ങി വെങ്കലത്തിലെ എന്തും ഏതും. വെങ്കല പാരമ്പര്യത്തിന്റെ 98 വർഷങ്ങൾ. പൊതുവാൾ ബ്രാസ്, സെൻട്രൽ ബസാർ, പയ്യന്നൂർ.